എന്തെല്ലാ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങളിതവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഫിഷിംഗ് വ്ളോഗ്, മീൻപിടുത്തം വ്ളോഗായിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ വ്ളോഗിലേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ ഫസ്റ്റായിട്ട് കാണാമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റും ചെയ്യണേ. വീട്ടിൽ നിന്നൊരു 6 മണി ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുണ്ട്. പൊതുവേ ഞാൻ പോവലില്ല, ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ പോവലില്ല. അപ്പോൾ ഇതിന്ന് എന്നെ കുത്തിപ്പൊന്തിച്ച് കൊണ്ടതാണ്. പൊതുവെ എല്ലാ സൺഡേസിലും ഒരു പോവലുണ്ട്. എല്ലാ സൺഡേയിലും സാറ്റർഡേ നൈറ്റ് ആകുമ്പോൾ ഞാൻ പറയും, നാളെ ഞാൻ മീൻ പിടിക്കാൻ പോകുമ്പോൾ ഞാൻ ഇട്ടോ എനിക്ക് ബേപ്പൂർ ഇങ്ങനെ നടക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നും നൈറ്റിൽ പറഞ്ഞ് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കണം. പക്ഷേ രാവിലെ എന്നെ വിളിക്കുമ്പോൾ ഒരു ചില ദിവസമൊക്കെ നേരത്തെ കാലത്തേ പോണ കാണാം, 5:30 ആ ടൈമിലൊക്കെ പോണേ. പക്ഷെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എണീക്കില്ല, അത് വേറെ കാര്യം. ആ ഒരു നല്ല സുഖസുന്ദരമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു ടൈമായിരിക്കുമല്ലോ അത്. അപ്പം എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ എണീക്കുക? അപ്പം ഞാൻ പറയും ഞാനില്ല, പിന്നെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ നീണ്ട് ഇപ്പം അത് തുടങ്ങിയിട്ട് കുറേ കാലമായിട്ടോ ഇങ്ങനെ മീൻ പിടിക്കാൻ പോയിട്ട്. പക്ഷെ ഇങ്ങനെ ഒരു വ്ളോഗ് കാര്യങ്ങളൊന്നും ചാനൽക്കാർക്ക് എടുക്കലില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ഒന്ന് പോയിട്ട് ഓരെന്തൊക്കെ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഓരോ പരിപാടി എന്നൊക്കെ അറിയണ്ടേ, എങ്ങനെ കിട്ടുന്നുണ്ട് മീൻ. ഈ പോക്കും ഞാൻ അതേമാതിരി സാറ്റർഡേ നൈറ്റ് ഞാൻ പറഞ്ഞിട്ട് നാളെ ഉണ്ട് കിട്ടുമെന്ന്. പക്ഷെ രാവിലെ എനിക്ക് എണീക്കാൻ തോന്നിയില്ല. പക്ഷേ ചാനൽക്കാക്ക വാ നാണങ്ങാട് വിളിച്ചലിച്ച് കൊണ്ടുപോയതാണ്. അങ്ങനെ പോയപ്പോഴല്ലേ എല്ലാ നാട്ടുകാരും മൊത്തം രാവിലെ ബീച്ചിലുണ്ട്. നടക്കാൻ വന്നവരും ഓടാൻ വന്നവരും എക്സസൈസ് ചെയ്യുന്നവരും വെറുതെ കുത്തിയിരിക്കുന്നവരും വെറുതെ ആ കൂടെ പോണവരും ഇത് കൂടെ പോണവരും നോക്കിയിരിക്കുന്നവരും എല്ലാ ടൈപ്പ് ആൾക്കാരും ആ ടൈമിൽ അവിടെ ഉണ്ട്. പിന്നെ നമ്മൾ വിചാരിക്കും ആണുങ്ങൾ മൊത്തം ഉണ്ടാവുകയെന്ന്. അല്ല കേട്ടോ, ഫാമിലി, കുട്ടികളടക്കം ഫാമിലി നടക്കാൻ വരുന്നവരുണ്ട്, അതേമാതിരി കളിക്കാൻ വരുന്നവരുണ്ട്, സ്കേറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല സെറ്റപ്പ് ആക്കി ഇട്ടുകയാണല്ലോ, അതൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാ ടൈപ്പ് ആൾക്കാരും അവിടെ ഉണ്ട് രാവിലെ. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു, നല്ലൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. എന്നെങ്കിൽ ഒരു മീനെ കിട്ടുമോ? കുറേ കാലമായാലും നടക്കണ്. ഇതിൻ്റെ ഇടയിൽ ഒറ്റ മീനെ കിട്ടിങ്ങാണ്ട് വലിയ മീൻ ഇതാണ് കൊണമീൻ. എന്നെങ്കിലും ഒന്നിനെ കിട്ടണം, കിട്ടിയില്ലെങ്കിൽ തീർന്ന്. രാവിലെ തന്നെ ആയതുകൊണ്ട് സൺറൈസും കാണാൻ പറ്റി, നല്ല അടിപൊളി സൺറൈസ് ആട്ടോ. പിന്നെ ഞാൻ നല്ല ലോങ് ഷോട്ടിലെടുത്ത്, നമ്മൾ റീൽസ് ഷോർട്സ് ഒക്കെ ഇടൂലേ, ആ ഷോട്ടിൽ അടുത്തത് ഞാൻ ഇതിൻ്റെ കൂടെ എന്തായാലും മിസ് ചെയ്യുന്നില്ല. ഞാൻ വേണമെങ്കിൽ അത് ഷോർട്സ് ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം. ഇവരെ മീൻപിടുത്തത്തിനെ പറ്റിയിട്ട് ഞാനൊരു കോമഡി ആക്കിയിട്ടൊരു ഷോർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. തമാശ രീതിയിൽ ഇട്ടതാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞളിച്ചപ്പോത്തിന് പിന്നെ ബാക്കിയുള്ളവരെത്തി. അപ്പോൾ ഓരോരോ പൊസിഷൻ തപ്പിക്കൊണ്ടിരിക്കുക, എവിടെ നിന്നോ ചൂണ്ടിട്ടാലാണ് മീനിനെ കിട്ടുക എന്നുള്ളത് തപ്പിക്കൊണ്ടിരിക്കുക. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ മതിയാവല്ലോ ഞാൻ ഉറക്കപ്പിച്ചിലാണെന്നുള്ളത്. പിന്നെ സൺറൈസൊക്കെ സ്റ്റാർട്ട് ചെയ്തപ്പം പിന്നെ വെയിൽ ചെറുതായിട്ട് ഇങ്ങനെ, പക്ഷെ എന്നാലും ക്ലൈമറ്റിന് നല്ലൊരു ക്ലൈമറ്റ് ചെയ്യുന്നു കേട്ടോ. ഓവർ ചൂടുമില്ല, നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ചെയ്യുന്നു. പിന്നെ ഓരോരോ മീൻ പിടിക്കാനുള്ള ആയുധങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു. ഞാനിതൊക്കെ കാണലുണ്ട്, ഇങ്ങനെ സാധനം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കാണാമെന്നല്ലാണ്ട് ഇതിങ്ങനെ യൂസ് ചെയ്യാനൊന്നും കണ്ടിട്ടില്ല. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസും കൂടിയായിരുന്നു. ഒരെപ്പോഴും പോകുമ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഒഴിവാക്കി വിടലാണ്. പിന്നെ നമുക്കൊരു ചാൻസ് ഇന്നിപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ പിന്നെ ഓരോ കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ ഒരു മീൻ പിടുത്തം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഐറ്റംസ് മാത്രമൊന്നുമല്ല കേട്ടോ, ഇതിലും കൂടുതൽ പ്രോഡക്റ്റ് കാര്യങ്ങളൊക്കെ വരയിലുണ്ട്. ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്, ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, പറഞ്ഞുതരാൻ. കുറേ മീൻ പിടിക്കാനുള്ള കുറേ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് എന്നും വരുന്ന കാണാം. ചില ദിവസം ഒന്നും കിട്ടാണ്ട് വരും ചെയ്യും, മീനൊന്നും ഉണ്ടാവില്ല. ചിലപ്പം ഈ സാധനം അങ്ങോട്ട് കൊടുത്തിട്ട് ഒരു ഇങ്ങോട്ട് വരുന്ന കാണാം. ചിലപ്പോൾ മിസ്സായി പോകുമ്പോൾ ഇതിൽ കല്ലിൻ്റെ ഇടയിലൊക്കെ കൂടിയിട്ട് മിസ്സായി പോകണമൊക്കെ കേൾക്കാം. അപ്പം ഇന്നൊന്നും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. പിന്നെ മീൻ കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ, കിട്ടിയോ ഇല്ലയെന്നൊന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യും, കിട്ടിയോ ഇല്ലയെന്ന് അറിയാലോ. പിന്നെ എൻ്റെ കോലൊക്കെ മാറാൻ തുടങ്ങി, വെയിൽ ഇങ്ങനെ വരുന്നപ്പം ഞാൻ ഷോൾ വെച്ച് ഇങ്ങോട്ട് റോൾ ചെയ്ത് ഫേസൊക്കെ കവർ ചെയ്തു.
ഇപ്പെങ്ങാനും കിട്ടോ? ഇപ്പെങ്ങാനും കിട്ടോ? ജെല്ലി ഫിഷ് എന്തോ കിട്ടി. വേറെ ഒന്നും കിട്ടണമെന്നുണ്ട്. അങ്ങനെ അവസാനം മീൻ കിട്ടി. അതാണ്. അപ്പം ഞാനതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അതൊന്നും ഓർമ്മയില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് ഞാൻ അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അയിലക്കുട്ടും പിന്നെന്തോ ഒരു പേര് പറഞ്ഞു, അതിൻ്റെ പേരിക്കറിയില്ല, എന്താ നെറ്റോ അങ്ങനെ എന്തോ സംഭവം. അത് രണ്ടുമാണ് കിട്ടിയത്. നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ ഭ്രാന്താണോ ഈ വെയിലത്ത് വന്ന് മീൻ പിടിക്കാൻ? നമ്മൾ മാത്രമല്ല ഉള്ളൂ ഈ ടൈമിൽ കുറേ ഇങ്ങനത്തെ ഫിഷിങ്ങിനോടൊക്കെ ക്രേസുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അതേമാതിരി അത് മാത്രമല്ല, കല്ലുമ്മക്കായ, നമ്മളെ കടുക്ക, അതൊക്കെ എടുക്കാൻ വരുന്നവർ, പല സംഭവങ്ങൾ യൂസ് ചെയ്ത് നെറ്റ് യൂസ് ചെയ്തിട്ട് ഫിഷ് ചെയ്യുന്നവർ, അങ്ങനെ എല്ലാവരും ഉണ്ട്. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ച ഇങ്ങനെ ക്രേസുള്ള ആൾക്കാർ പുറത്തിറങ്ങുന്ന ദിവസമാണല്ലോ. അപ്പോൾ നമ്മളെ മീൻപിടുത്തം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെല്ലാവരും കൂടി ചെറിയൊരു ഹോട്ടലിൽ കയറി ചായ, കടി, പൊറോട്ട, മീൻ കറി അതൊക്കെ കഴിച്ചു. ഇന്നത്തെ വീഡിയോ ഒരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും വ്ളോഗ്സൊക്കെ ആയിട്ട് കാണാം. സോ ബൈ.